ഹായ് ഹലോ ഫ്രണ്ട്സ്, വീണ്ടും ഞാൻ എല്ലാവർക്കും ജാം സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. പിന്നെ എന്തൊക്കെയാണ്, എല്ലാവർക്കും സുഖല്ലേ? നമ്മുടെ LGSന്റെ സിലബസ് ഇങ്ങനെ കവർ ചെയ്യാനുള്ള ഓട്ടത്തിലാണ് അല്ലേ. അതിൽ നമ്മുടെ കെമിസ്ട്രിയുടെ സിലബസ് ഏകദേശം കഴിഞ്ഞു തുടങ്ങി. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് നോക്കിയിടൂ. രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ. രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ശരിക്കും രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈഡ് ഏരിയ ആണ്. ഒരുപാട് സാധനങ്ങൾ വരാം. നമ്മുടെ ഒരു 8ാം ക്ലാസ് വരെയുള്ള രീതിയിൽ ഏതൊക്കെ ചോദ്യങ്ങൾ വരാം, അതുപോലെ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതൊക്കെയാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് തുടങ്ങിയാലോ പരിപാടി. എന്നും പറഞ്ഞ പോലെ തന്നെ ഒരു ചോദ്യം കാണുമ്പോൾ അതിന്റെ ഉത്തരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇപ്പൊ ഞാന് ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ അപ്പക്കപ്പളെ പടപടയെന്ന് അറിയാണ്ട് ഉത്തരം പറഞ്ഞു പോകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങളൊന്ന് ഉത്തരം പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടാ. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ഭക്ഷ്യവസ്തുക്കൾ ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? സോഡിയം ബെൻസോയേറ്റ്, പൊട്ടാസ്യം ബെൻസോയേറ്റ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ഇവയൊന്നുമല്ല. ഏതാണോ? ഭക്ഷ്യവസ്തുക്കൾ ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കാന് ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ്, അല്ലെങ്കിൽ മെത്തേഡുകളാണ് ഉണക്കി സൂക്ഷിക്കുക അല്ലേ. ഉണക്കമീനൊക്കെ ഇല്ലേ, ഉണക്കി സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഉപ്പിലിട്ട് വെക്കുക. ഉപ്പ് എന്നുള്ളതിന് പകരം ഒരു പക്ഷെ നമുക്ക് ഓപ്ഷൻ സോഡിയം ക്ലോറൈഡ് എന്ന് തരാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര, മധുര നാരങ്ങ, മധുര നെല്ലിക്ക, അതൊക്കെ കണ്ടിട്ടില്ലേ. അതേപോലെ തന്നെ വേറൊന്നാണ് എണ്ണ ഇല്ലേ. അച്ചാറൊക്കെ കേടുവരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അച്ചാറിന് മുകളിൽ ഇങ്ങനെ എണ്ണ തൂകി നിൽക്കണം എന്ന് പറയാറുണ്ട്. ഇതിനൊക്കെ പരമ്പരാഗത ഫുഡ് പ്രിസർവേറ്റീവുകൾ എന്നാ പറയാം. ആദ്യകാലം മുതലേ ഉപയോഗിക്കുന്നത് കൊണ്ട്. ഇനി പിന്നെ ചില രാസവസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട്. അതിലൊന്നാണ് സോഡിയം ബെൻസോയേറ്റ്. ഓക്കെ, ഇനി വേറൊന്ന് ഓർത്തു വെച്ചോളാ, പൊട്ടാസ്യം സൾഫേറ്റ്. അപ്പൊ സോഡിയം ബെൻസോയേറ്റ്, പൊട്ടാസ്യം സൾഫേറ്റ് ഇതൊക്കെ ഭക്ഷണ സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങളാണ്. ഒരു സാധനം മറന്നുപോയി, വിനാഗിരിയിലെ വിനാഗിരിയിൽ അടങ്ങിയ ആസിഡ് ഏതാടോ? അസറ്റിക് ആസിഡ് ഇല്ലേ. അച്ചാറിടുക എന്നൊക്കെ പറയുന്ന സാധനം നമ്മൾ അച്ചാറ് വിനാഗിരിയൊക്കെ ഉപയോഗിക്കാറില്ലേ, ഉപ്പിലിടുക, ഇതൊക്കെ അല്ലേ. അപ്പൊ ഇതൊക്കെ ഭക്ഷണ സാധനങ്ങൾ ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. ഇവരെ പറയുന്ന പേരാണ് ഫുഡ് പ്രിസർവേറ്റീവുകൾ. ഇനി ഒരു പക്ഷെ ഇവര് പച്ചമലയാളത്തിൽ ചോദിക്കാനാണ് ഉദ്ദേശിച്ചതെന്നുണ്ടെങ്കിലോ ആഹാര പരിരക്ഷകം എന്നാവും ചോദിക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ ഒരു ആഹാര പരിരക്ഷകം ഏത് എന്ന് ചോദിക്കാം. അപ്പൊ ഞെട്ടിപ്പോവണ്ട. ഒന്നുകിൽ സോഡിയം ബെൻസോയേറ്റ് ഉണ്ടോ നോക്കുക, അല്ലെങ്കിൽ പൊട്ടാസ്യം സൾഫേറ്റ് ഉണ്ടോ നോക്കുക, ഇനി സോഡിയം ക്ലോറൈഡോ, അസറ്റിക് ആസിഡോ, വിനാഗിരി, അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ്, പഞ്ചസാര, എണ്ണ, ഇതൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയിക്കോട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 2: എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണമാണ് ഡാഷ്. ഏതാടോ? ഓപ്ഷൻ നോക്കിയേ, ബേസ്, ആസിഡ്, സോപ്പ് ഇവയൊന്നുമല്ല. ഏതാ ഉത്തരം? എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണത്തിന് സോപ്പ് എന്നാണ് പറയുക. സോപ്പ്. ഇനി എണ്ണയോ കൊഴുപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ ആവാം, പാം ഓയിൽ ആവാം, അല്ലെങ്കിൽ ഒലീവ് ഓയിൽ ആവാം, അങ്ങനെ പലതും. സോപ്പിന്റെ തരത്തിനനുസരിച്ച് ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം, കൊഴുപ്പൊക്കെ എടുക്കാം. എന്നാ അതിൽ ചേർക്കുന്ന ആൽക്കലിക്കനുസരിച്ച് സോപ്പിനെ നമുക്ക് പല രീതിയിൽ പറയാം. ഇനി ഒന്നാമത്തെ ആൽക്കലി നോക്കിയിടൂ. ഇതിൽ ഏതെങ്കിലും ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചു എന്ന് പറയുന്നിടത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടുന്ന സോപ്പ് അലക്ക് സോപ്പാണ്. അപ്പോ അലക്ക് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന രാസപദാർത്ഥം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഏതാടോ? സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇനി സോഡിയം ഹൈഡ്രോക്സൈഡിന് പകരം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ഉപയോഗിച്ചെന്നുണ്ടെങ്കിലോ അപ്പൊ ബാത്ത് സോപ്പ്.
സോഡിയം ഹൈഡ്രോക്സൈഡ് അലക്ക് സോപ്പ് നിർമ്മിക്കാൻ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ബാത്ത് സോപ്പ് നിർമ്മിക്കാൻ. എടോ, ഈ അലക്ക് സോപ്പ് എന്നുള്ളതിന് പകരം ചിലപ്പം ഇങ്ങനെ ചോദിച്ചേക്കാം, ഹാർഡ് സോപ്പ്. ബാത്ത് സോപ്പിന് പകരം സോഫ്റ്റ് സോപ്പ് അല്ലെങ്കിൽ ടോയ്ലറ്റ് സോപ്പ്, ഇതൊക്കെ ചോദിച്ചേക്കാം. ഓർത്തിരിക്കുക, സോഫ്റ്റ് സോപ്പ് അല്ലെങ്കിൽ ടോയ്ലറ്റ് സോപ്പ്, ഇതൊക്കെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ചേർത്തുണ്ടാക്കുന്നതാണ്. എന്ന ഒരു സാധനം കൂടി ഓർക്കുക, സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കാൻ സോപ്പ്, അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ചിട്ടുണ്ടാക്കുന്നതോ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വെച്ചിട്ടുണ്ടാക്കുന്നതോ ആയിക്കോട്ടെ, ഈ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കാൻ അല്ലെങ്കിൽ സോപ്പ് ലായനിയിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാ ഉത്തരം എന്നറിയോ? ഉപ്പ്, സോഡിയം ക്ലോറൈഡ്. അപ്പൊ സോപ്പൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ആ ലായനിയിൽ നിന്ന് ആ സോപ്പിനെ വേർതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം സോഡിയം ക്ലോറൈഡ് ആണ്. ഇങ്ങനെ സോഡിയം ക്ലോറൈഡ് ഇട്ട് സോപ്പിനെ വേർതിരിക്കുന്ന പരിപാടിക്ക് സോൾട്ടിങ് ഔട്ട് എന്നാട്ടോ പറയാ, സോൾട്ടിങ് ഔട്ട്. ഓക്കെ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കോട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 3. എടാ, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ ലോങ് ചെയിൻ ഫാറ്റി ആസിഡുകളുടെ സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം ലവണമാണ് സോപ്പ് എന്ന് പറഞ്ഞു. എന്നാ ലോങ് ചെയിൻ ഫാറ്റി ആസിഡുകളുടെ സൾഫോണേറ്റ് ലവണം സോഡിയം ഹൈഡ്രോക്സൈഡിനും, ഇവിടെ തന്നെ കിടക്കട്ടെ അല്ലെ, സോഡിയം ഹൈഡ്രോക്സൈഡിനും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിനും പകരം സൾഫോണേറ്റ് ലവണമാണെങ്കിലോ അതാണ് ഡിറ്റർജന്റുകൾ. സൾഫോണേറ്റ് ലവണമാണ് ഡിറ്റർജന്റുകൾ. കഠിന ജലത്തിലും പതയണമെങ്കിൽ ഏത് വേണം? ഡിറ്റർജന്റ് വേണം. സോപ്പ് കഠിന ജലത്തില് പതയില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. 3ാമത്തെ ചോദ്യം, സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലം കൂടും കുറയും, മാറ്റം സംഭവിക്കുന്നില്ല, ആദ്യം കൂടുകയും പിന്നെ കുറയുകയും ചെയ്യും. എന്താണോ പ്രതലബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദ്രാവകത്തിന്റെ ഉപരിതലം പാട പോലെ പ്രവർത്തിക്കുന്നതിന് കാരണമായ ബലമാണ് പ്രതലബലം. അല്ലെങ്കിൽ ഒരു ദ്രാവകത്തിലെ കണികകൾ തമ്മിൽ എല്ലാരും കൂടി അടുപ്പിച്ചടുപ്പിച്ച് വരുന്ന അവര് തമ്മിലുള്ള ഒരു ആകർഷണ ബലത്തിന് നമുക്ക് എന്തു പറയാം? പ്രതലബലം എന്ന് പറയാം. ഇങ്ങനെ ഒരു പദാർത്ഥത്തിനുള്ളിലെ കണികകൾ തന്നെ ഇവർ തമ്മിൽ ഭയങ്കര ആകർഷിച്ചിങ്ങോട്ട് ഭയങ്കര ഒത്തൊരുമയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഷേപ്പ് എന്താവും? ഗോളാകൃതി. അപ്പോ മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാടോ? പ്രതലബലം. മഴത്തുള്ളിയുടെ ഗോളാകൃതി. ഇനി അതിന് പകരം ചേമ്പിന്റെ ഇലയിൽ എടുത്ത വെള്ളത്തിന്റെ ആകൃതി എന്തായിരിക്കും? അതിനും ഒരു ഗോളാകൃതി, ഒരു ഗോളം കിടന്ന് ഉരുണ്ട് കളിക്കുന്ന പോലെയാ വരിക അല്ലേ? അപ്പൊ അതിനൊക്കെ കാരണം എന്താണ്? പ്രതലബലമാണ്, സർഫസ് ടെൻഷനാണ്. ഇനി വെള്ളത്തിന് മുകളിൽ വെള്ളത്തിൽ ആശാൻ ഓടുന്നത് അല്ലെങ്കിൽ ബ്ലേഡ് വെള്ളത്തിന് മുകളിൽ വെക്കാൻ കഴിയുന്നത് ഇതൊക്കെ പ്രതലബലം ഉണ്ടായതുകൊണ്ടാണ്. ശരി, നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മള് അലക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ വെള്ളത്തിൽ മുക്കുന്ന സമയത്ത് നമ്മൾ എന്താ വിചാരിക്കുന്നത്? ഈ ഡ്രസ്സിന്റെ നൂലിഴകളിലൂടെയൊക്കെ ഈ വെള്ളം കയറി ചെല്ലണം. അപ്പൊ അതിനുള്ളിലുള്ള അഴുക്കൊക്കെ എന്ത് ചെയ്യണം? അങ്ങനെ അങ്ങോട്ട് പോവണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സ് വെള്ളത്തിൽ മുക്കുന്ന സമയത്ത് വെള്ളത്തിലെ ജലകണികകൾ തമ്മിൽ ഭയങ്കര ഒത്തൊരുമയിൽ നിന്ന് കഴിഞ്ഞാൽ ഇവര് ഡ്രസ്സിന്റെ ഉള്ളിൽ കൂടെ കയറി പോകൂടോ? ഇല്ല. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ പ്രതലബലം തകർക്കണം. പ്രതലബലം തകർക്കാനുള്ള ഒരു പരിപാടിയാണ് സോപ്പിടുക. അപ്പൊ വെള്ളത്തിൽ ആദ്യം സോപ്പിട്ടതിന് ശേഷം എന്ത് ചെയ്യുക? ഡ്രസ്സ് സോക്ക് ചെയ്യുക. അപ്പോ സോപ്പ് ചേർക്കുമ്പോൾ പ്രതലബലം എന്നുള്ളത് ഞാൻ സർഫസ് ടെൻഷൻ എഴുതുന്നുള്ള പ്രതലബലം കുറയുന്നു. ഇനി ഇതേപോലെ തന്നെ ചിലപ്പോ നല്ല അഴുക്കുള്ള ഡ്രസ്സ് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ചൂടുവെള്ളം എടുക്കില്ലേ? ചൂടാക്കുമ്പോഴും എന്താണ്? പ്രതലബലം കുറയുന്നു. ചൂട് കൂടുമ്പോൾ പ്രതലബലം കുറയുന്നു. ഓക്കെ ആണേ? അപ്പൊ സോപ്പ് ചേർക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലം കുറയും. സെറ്റാണേ? 4ാമത്തെ ചോദ്യമാണ്, ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം. ഇതിന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യം എന്താ? ഓൾറെഡി നിങ്ങൾക്ക് ഉത്തരം മനസ്സിലായില്ലേ? ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം ഏതാടോ? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, KOH. സോഡിയം ഹൈഡ്രോക്സൈഡ് ആണെന്നുണ്ടെങ്കിൽ അലക്കുന്ന സോപ്പ്. ക്ലിയർ ആണ്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ് കേട്ടോ. 5ാമത്തെ ചോദ്യം, ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തുത പിന്നെ അത് തന്നെ
ഫുഡ് പ്രിസർവേറ്റീവ്. ഇതൊക്കെ നമുക്ക് ചോദ്യം വരാൻ വളരെ സാധ്യതയുള്ള സാധനങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് പിന്നെയും ഉൾപ്പെടുത്തുന്നത്. എടാ, ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? സോഡിയം ബെൻസോയേറ്റ്. ആദ്യം പഠിച്ച സാധനം അതിലുണ്ട്. ഓപ്ഷൻ വേറെ പല സാധനവും തരും. അസറ്റിക് ആസിഡ്, അതുപോലെ തന്നെ സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം സൾഫേറ്റ്. ഇതെല്ലാം ഫുഡ് പ്രിസർവേറ്റീവ് ആണ്, കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നതാണ്, ആഹാര പരിരക്ഷകമാണ്. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കോട്ടെടോ. വാ, 6ാമത്തെ ചോദ്യം. കൃത്രിമ പാനീയങ്ങളിൽ എരിത്രോസിൻ ചേർക്കുന്നത് എന്തിന്? കൃത്രിമ പാനീയങ്ങളിൽ എരിത്രോസിൻ ചേർക്കുന്നത് എന്തിന്? രുചി കൂട്ടാൻ, സുഗന്ധത്തിന്, ചുവപ്പ് നിറം നൽകാൻ, മഞ്ഞ നിറം നൽകാൻ. ഏതായിരിക്കും ഉത്തരം? എരിത്രോസിൻ. ചുവപ്പ് നിറം ലഭിക്കാൻ, ചുവപ്പ് നിറം ലഭിക്കാൻ. എടോ, ആഹാര പദാർത്ഥങ്ങൾക്ക് പല പല നിറങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? ഫുഡ് കളറിംഗ് ഏജന്റുകൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ ചുവപ്പ് നിറം കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങളാണ്: 1 കാർമോയിസിൻ, കാർമോയിസിൻ. വേറൊന്ന് എരിത്രോസിൻ. കാർമോയിസിനും എരിത്രോസിനും. ഇത് രണ്ടും ചുവപ്പ് നിറം കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. പിന്നെ ഒന്നുകൂടി ഉണ്ട് ട്ടാ, പോൺസി 4R. പോൺസി 4R. അപ്പൊ തോർത്തിരിക്കാൻ നമ്മൾ ഇങ്ങനെ ആലോചിച്ചാ പോരെ, ചുവന്ന കറിക്ക് നല്ല എരിവാണ് അല്ലെ? ചുവന്ന കറിയൊക്കെയാണ് നമുക്ക് കഴിക്കാൻ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോ തന്നെ നല്ല സ്പൈസി ആയിരിക്കും, നല്ല എരിവായിരിക്കും എന്ന് തോന്നാറില്ലേ? അപ്പോ ചുവന്ന കറിക്ക് നല്ല എരിവാണ് എന്ന് ആലോചിക്കുക. കാർമോയിസിനും എരിത്രോസിനും. പിന്നെയോ പോൺസി 4R, R ഫോർ റെഡ്. അപ്പൊ അതൊക്കെ ചുവപ്പ് നിറം നൽകാൻ വേണ്ടിയിട്ടാണ്. എന്നാ ആഹാര പദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ വേണ്ടി ചേർക്കുന്ന സാധനം ഏതാണെന്നറിയോ? മഞ്ഞ നിറം ലഭിക്കാൻ, മഞ്ഞ നിറം ലഭിക്കാൻ ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക്? മഞ്ഞ നിറം ലഭിക്കാൻ വേണ്ടി ചേർക്കുന്ന സാധനം ടാർട്രസിൻ. ഇത് PSCക്ക് ചോദിച്ചതാണ്. മഞ്ഞ നിറം ലഭിക്കാൻ ടാർട്രസിൻ. വേറൊന്നുകൂടി ഉണ്ട് കേട്ടോ, സൺസെറ്റ് യെല്ലോ. നമുക്ക് വല്ലാണ്ട് മഞ്ഞാക്കി നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല അല്ലേ? ടാർട്രസിൻ. വേറൊന്ന് സൺസെറ്റ് യെല്ലോ. സൺസെറ്റ് യെല്ലോ. ഇത് രണ്ടും മഞ്ഞ നിറത്തിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. ഓക്കെ. ഇനി ആഹാര പദാർത്ഥങ്ങൾക്ക് നീല നിറം ലഭിക്കാൻ വേണ്ടി ചേർക്കുന്ന സാധനം, നീല നിറം ലഭിക്കാൻ വേണ്ടി ചേർക്കുന്ന സാധനമാണ് ഇൻഡിഗോ കാർമൈൽ. ഇൻഡിഗോ കാർമൈൽ ഒക്കെ പഠിച്ചു ചൊല്ലിട്ടാ. ഇൻഡിഗോ കാർമൈൽ. ആഹാര പദാർത്ഥങ്ങൾക്ക് പച്ച നിറം, പച്ച 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 നിറം ലഭിക്കാൻ വേണ്ടി ചേർക്കുന്ന സാധനം ഏതാണെന്നറിയോ? പച്ച, ഫാസ്റ്റ് ഗ്രീൻ. അത് പിന്നെ നമുക്ക് ഓപ്ഷൻ എടുക്കാൻ പറ്റും, ഫാസ്റ്റ് ഗ്രീൻ. ഇതിൽ ടാർട്രസിൻ PSCക്ക് ചോദിച്ചതാണ് കേട്ടോ. അതേപോലെ തന്നെ എരിത്രോസിനും PSCക്ക് ചോദിച്ചതാണ്, ഓർത്തിരിക്കുക. അപ്പൊ ഇതൊക്കെയാണ് ആഹാര പദാർത്ഥങ്ങൾക്ക് കളർ കിട്ടാൻ വേണ്ടി ചേർക്കുന്ന സാധനങ്ങൾ, ഫുഡ് കളറിംഗ് ഏജന്റുകൾ. ക്ലിയർ ആണ്? 7ാമത്തെ ചോദ്യം പഠിച്ചാലോ നമുക്ക്? ക്വസ്റ്റ്യൻ നമ്പർ 7. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏത്? PSCക്ക് ചോദിച്ച ക്വസ്റ്റ്യനാ. ചോദ്യത്തിൽ തന്നെ ഒരു അപാകത ഉണ്ടല്ലേ. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിദത്ത പ്ലാസ്റ്റിക് വേറെ ഉണ്ടോ? ഇല്ല. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ കൃത്രിമാണ്. എന്നാലും ആദ്യത്തെ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ബേക്കലൈറ്റ് ആണ് കേട്ടോ. ബേക്കലൈറ്റ്. ബേക്കലൈറ്റ്. അപ്പോ ബേക്കലൈറ്റ് ഉണ്ടാക്കുന്നതിന് മുന്നേ പ്ലാസ്റ്റിക്കിന് സമാനമായ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പ്ലാസ്റ്റിക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപമാറ്റം വരുത്താൻ കഴിയുന്നത് എന്നാണ് അർത്ഥം. രൂപമാറ്റം വരുത്താൻ പറ്റുന്ന. അപ്പൊ ഇങ്ങനെ രൂപമാറ്റം വരുത്താൻ കഴിയുന്നത് എന്ന അർത്ഥത്തിലുള്ള പദത്തിൽ നിന്നാണ് പ്ലാസ്റ്റിക്കിന് ആ പേര് വന്നത്. ആദ്യം അലക്സാണ്ടർ പാർക്സ് എന്ന് പറയുന്ന ഒരാള് പാർക്കിസീൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കിയിരുന്നു. ഇത് പ്ലാസ്റ്റിക്കിന് സമാനമായ ഒരു സാധനം തന്നെയായിരുന്നു. പക്ഷെ പ്ലാസ്റ്റിക്കിന്റെ എല്ലാ ഗുണവും ഇല്ല, അവിടെ ചീറ്റിപ്പോയി. പിന്നെയാണ് നമ്മുടെ ലിയോ ബേക്കലാൻഡ് ബേക്കലൈറ്റ് കണ്ടെത്തിയത്. ബേക്കലൈറ്റ്. ബേക്കലൈറ്റ് ലിയോ ബേക്കലാൻഡ്. ലിയോ ബേക്കലാൻഡ് ആളെ പേരിട്ടാ.
അപ്പൊ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഏതാണ് ഉത്തരം? ബേക്കലൈറ്റ്. എന്നാ അതിന്റെ കൂടെ 2-3 സാധനങ്ങളും കൂടി പഠിച്ചു വെച്ചോളി. ആദ്യത്തെ കൃത്രിമ നാര്, ഫസ്റ്റ് കൃത്രിമ നാര് ഏതാ പറയാനാവോ? ആദ്യത്തെ കൃത്രിമ നാര് അത് നൈലോൺ. ആദ്യത്തെ കൃത്രിമ നാര്. എന്നാ ആദ്യത്തെ കൃത്രിമ റബ്ബർ ഏതാന്ന് പറയാനാവോ? ആദ്യത്തെ കൃത്രിമ റബ്ബർ അത് നിയോപ്രിനാണ്. ആദ്യത്തെ കൃത്രിമ റബ്ബർ നിയോപ്രിൻ, ആദ്യത്തെ കൃത്രിമ നാര് നൈലോൺ. നൈലോൺ എന്ന് പറഞ്ഞാല് ന്യൂയോർക്കും ലണ്ടനും രണ്ടും കൂടി ചേർന്നിട്ടുള്ള ന്യൂയോർക്കും ലണ്ടനും ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് അത്ര അതിന് ആ നൈലോൺ എന്നുള്ള പേര് വന്നത്. കാരണം ഇവിടെയൊക്കെയാണ് ഇത് ആദ്യം വിറ്റഴിച്ചത് എന്നൊക്കെ പറയുന്നത്. അപ്പൊ 3 സാധനങ്ങളും ആദ്യത്തെ ആളുകൾ നമ്മൾ പഠിച്ചു. എടാ ഈ നൈലോൺ എന്ന് പഠിച്ചേക്കുമ്പോ അതിന്റെ കൂടെ തന്നെ ഒരു സാധനം കൂടി ആർട്ടിഫിഷ്യൽ സിൽക്ക് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ആർട്ടിഫിഷ്യൽ സിൽക്ക് അത് ഏതാന്ന് പറയാനാവോ? അത് അർദ്ധ കൃത്രിമ നൂൽത്തരമാണ്, കംപ്ലീറ്റ്ലി ആർട്ടിഫിഷ്യൽ അല്ല. ഓക്കെ, അപ്പോ ആർട്ടിഫിഷ്യൽ സിൽക്ക് എന്നറിയപ്പെടുന്ന സാധനം, ഇതിന് സിൽക്കിന്റെ അതേ ഗുണങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഇതിനെ ആർട്ടിഫിഷ്യൽ സിൽക്ക്, കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്ന സാധനം റയോൺ. ഓക്കെ ആണേ. ശരി, 8ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത്. ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്ന സാധനം ഏതാണ്? മഗ്നീഷ്യം ക്ലോറൈഡ്, അമോണിയം ക്ലോറൈഡ്, അമോണിയം ഓക്സലൈറ്റ്, കാർബൺ ടെട്രാ ക്ലോറൈഡ്. ഏതാ ഉത്തരം? അമോണിയം ക്ലോറൈഡ്. NH4Cl. അമോണിയം ക്ലോറൈഡ് ഇട്ട ഈ ഐസ് എന്തിനാ ചേർക്കുന്നതെന്ന് അറിയോ? ഒന്ന് വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും പിന്നെയോ ദ്രവണാങ്കം കൂട്ടുവാൻ. എന്താ ദ്രവണാങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാ? മെൽറ്റിംഗ് പോയിന്റ്, ഉരുകാൻ തുടങ്ങുന്ന ടെമ്പറേച്ചർ. നമുക്കറിയാം സാധാരണ നിലക്ക് ഐസ് പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഉരുകണം എന്നുണ്ടെങ്കിൽ 0 ഡിഗ്രി ആകുമ്പോഴേക്കും അത് ഉരുകുകയും ചെയ്യും അല്ലേ? നമ്മൾ പുറത്തൊക്കെ വെക്കുമ്പോഴേക്കും കുറച്ച് കഴിയുമ്പോഴേക്കും ഐസ് ഉരുകിപ്പോകും. എന്നാ നമുക്കറിയാം ഇപ്പം മീൻ കച്ചവടക്കാരൊക്കെ അല്ലെ അടുത്തുണ്ടാവും. മീനിന്റെ മുകളിൽ നമ്മൾ രാവിലെ പോകുമ്പോൾ ചിരിച്ചോണ്ടിരിക്കുന്ന ഐസ് തന്നെ ഉച്ചക്ക് തിരിച്ചു വരുമ്പോഴും അതേപോലെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ എത്ര ചൂട് കൂടിയാലും അതൊട്ടും പെട്ടെന്ന് ഉരുകുന്നില്ല. അതെന്താ കാരണം? അമോണിയം ക്ലോറൈഡ് ചേർത്ത് കഴിഞ്ഞാൽ 0 ഡിഗ്രിയിൽ ഉരുകുന്ന ഐസ് ഉയർന്ന താപനിലയിലേ ഉരുകുള്ളൂ. കാരണം ഇതിന്റെ ദ്രവണാങ്കം എന്തായി? കൂടി. അപ്പോ ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്ന വസ്തു ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമോണിയം ക്ലോറൈഡ് ആണ്. ഈ അമോണിയ ഇട്ടിട്ടുണ്ടോ മീനിൽ എന്നൊക്കെ പറയുന്ന സാധനം എന്താണ്? ഈ അമോണിയം ക്ലോറൈഡ് ഇട്ട ഐസ് ആവുമ്പോഴാണ് പ്രശ്നം. പക്ഷെ വലിയ പ്രശ്നമാക്കണ്ട കേട്ടോ. കാര്യം നല്ലോണം ഒന്ന് നല്ല വെള്ളത്തിൽ കഴുകി കഴിഞ്ഞാൽ ആ അമോണിയൊക്കെ അങ്ങ് പൊയ്ക്കോളും. അമോണിയ എളുപ്പം വെള്ളത്തിൽ ലയിക്കും. ജലത്തിൽ ലേയത്വം വളരെ അധികമുള്ള വാതകമാണ് ഏത്? അമോണിയ. ഓക്സിജനെക്കാളും ജലത്തിൽ ലേയത്വമുള്ള വാതകമാണ് അമോണിയ, ഓർത്തിരിക്കുക. അപ്പൊ അതുകൊണ്ട് വെള്ളത്തിൽ നല്ലോണം കഴുകിയാൽ മതി. പക്ഷേ പ്രശ്നം അവിടെ അല്ല. അഴുകാതിരിക്കാൻ വേണ്ടിയിട്ട് മത്സ്യത്തിൽ ചേർക്കുന്ന മറ്റൊരു രാസപദാർത്ഥം ഉണ്ട്. ഏതാന്ന് പറയാനാവോ? അഴുകാതിരിക്കാൻ വേണ്ടി മത്സ്യത്തിൽ ചേർക്കുന്ന വസ്തു ഫോർമാൽഡിഹൈഡ്. ഇത് മത്സ്യം കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രാസപദാർത്ഥമാണ്. മത്സ്യം കേടുകൂടാതെ. ഇത് നമുക്ക് പറ്റില്ല, ഇത് അപകടകാരിയാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇത് ഉപയോഗിക്കാൻ അനുവദിക്കുന്നില്ല, ബാൻഡായ സാധനമാണ്. ഇനി ഈ ഫോർമാലിൻ എന്ന് പറയുമ്പോൾ വേറെ ഉണ്ട്. ആക്ച്വലി ഇത് മീന് കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന സാധനമല്ല. ഇത് മൃതശരീരം കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥമാണ് കേട്ടോ. മൃതശരീരം കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥമാണ് ഫോർമാലിൻ. അത് മീൻ കേടുകൂടാതെ സൂക്ഷിക്കാനും ഇടുന്നു എന്ന് മാത്രം. ഓക്കെ, 9ാമത്തെ ചോദ്യം. 3R തത്വത്തിന്റെ ശരിയായ ക്രമം എന്താണ്? ഇനി അടുത്ത പരീക്ഷയ്ക്കും ഞാൻ വരുന്ന പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. 3R തത്വത്തിന്റെ ശരിയായ ക്രമം ഏതാണ്?
റീസൈക്കിൾ ചെയ്യുക, വീണ്ടും ഉപയോഗിക്കുക, കുറയ്ക്കുക. ശരി, ഇത് ഓപ്ഷൻ ഞാൻ ഫുള്ള് വായിക്കുന്നില്ല. നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് ഓപ്ഷൻ വായിച്ചു നോക്കിയിട്ട് കറക്റ്റ് ഉത്തരം ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അതിനുശേഷം വീഡിയോ കാണുക. എടോ, നമ്മൾ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ സാധനം ഭയങ്കര അപകടമുള്ള സാധനമാണ്. നമുക്ക് അധികം ഉപയോഗിക്കാനാവൂല. അപ്പൊ ഒഴിവാക്കേ മാർഗമുള്ളൂ. പക്ഷെ ഇത് ഒഴിവാക്കൽ നമ്മളെ കൊണ്ട് നടക്കൂല അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഇനി മുതൽ ഞാൻ പ്ലാസ്റ്റിക് ഉപയോഗം ഒഴിവാക്കും. ഒഴിവാക്കാനാവൂല, കുറയ്ക്കും. അപ്പൊ ആദ്യം എന്ത് ചെയ്യും? പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം ഇനി മുതല് കുറയ്ക്കുമെന്ന തീരുമാനമെടുക്കുകയാണ്. അപ്പൊ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ കയ്യിലുള്ള പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങൾ തന്നെ ഇനി എന്ത് ചെയ്യാ? ഉപയോഗിക്കാൻ പറ്റുമോ? കടയിലേക്ക് പോവുകയാണ്. അപ്പൊ കടയിലേക്ക് പോണ സമയത്ത് കുറച്ച് പച്ചക്കറി വാങ്ങണം. അപ്പൊ വീട്ടിൽ ഏതാണോ കവറുള്ളത് അതെടുത്തു പോകുന്നു. അതിനെന്താ പറയാ? റീയൂസ്, വീണ്ടും ഉപയോഗിക്കുക. റീയൂസ്. ഇനിയുള്ളത് റീസൈക്കിൾ ചെയ്യുക എന്നുള്ളതാണ്. റീസൈക്കിൾ ഇത് നമ്മളെ കയ്യിലുള്ള സാധനമല്ല. ഇത് 3R. കാലം മാറി. ഇപ്പൊ 3R അല്ല, ഇപ്പൊ എന്താ? 4R. 4R. അപ്പൊ വീണ്ടും നമ്മൾ പഴയതിലേക്ക് തന്നെ വന്നു. പ്ലാസ്റ്റിക് ഉപയോഗം ഇനി മുതൽ ഞാൻ കുറയ്ക്കുമെന്ന് തീരുമാനമെടുത്തു. പഴയ നമ്മളെ വീട്ടിലുള്ള ഏതാണോ ബിഗ് ഷോപ്പർ, ഏതാണോ പ്ലാസ്റ്റിക് കവർ ഉള്ള സാധനം വീണ്ടും റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെടുത്ത് കടയിൽ പോയി. അപ്പൊ കടക്കാരൻ നമ്മളോട് ചോദിച്ചു, സഞ്ചി വേണോ? അപ്പൊ നമ്മൾ എന്ത് പറയും? വേണ്ട, റെഫ്യൂസ്. ഇപ്പൊ 4R. അപ്പൊ ആ സ്റ്റോറി അങ്ങനെ ആലോചിച്ച് വെക്കുക. ശരിയായ ക്രമം: കുറയ്ക്കുക, വീണ്ടും ഉപയോഗിക്കുക, റീസൈക്കിൾ ചെയ്യുക. അല്ലേ? ഡോറാബുജി പറയും പോലെ ആയിപ്പോയോ? ശരി, കുറയ്ക്കുക, വീണ്ടും ഉപയോഗിക്കുക, റീസൈക്കിൾ ചെയ്യുക. ഇതാണ് 3R. 4R ആണെങ്കിൽ അതിന്റെ ഇടയിൽ ആരും കൂടി വരും? റെഫ്യൂസ്. ഇനി വേണ്ട, കയ്യിലുള്ളത് തന്നെ ഉണ്ട് എന്ന് പറയുക. ഓക്കെ, 10ാമത്തെ ചോദ്യം ഇതാ പിടിച്ചോ. 10ാമത്തെ ചോദ്യം: സാധാരണയായി പാചകപാത്രങ്ങളുടെ കൈപ്പിടികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ്? പാചകപാത്രങ്ങളുടെ കൈപ്പിടികൾ, ബട്ടണുകൾ, സ്വിച്ചുകൾ, ഇതൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാന്ന് പറയാനാവോ? ബേക്കലൈറ്റ്, പോളിത്തീൻ, PVC, മെലാമിൻ, ഫോമാൽഡിഹൈഡ്, റെസിൻ. പാചകപാത്രങ്ങളുടെ കൈപ്പിടികൾ നിർമ്മിക്കാൻ ബേക്കലൈറ്റ്. ബേക്കലൈറ്റ് കഴിഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ബട്ടണുകൾ, പിന്നെയോ സ്വിച്ചുകൾ. ഇതൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ബേക്കലൈറ്റ് ഉപയോഗിക്കും. അപ്പൊ പോളിത്തീനോ? പോളിത്തീൻ എന്ന് പറഞ്ഞ സാധനം മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുകയും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നത് പോളിത്തീൻ അല്ലടോ. കവർ ഇല്ലേ? അതായത് ക്യാരി ബാഗുകൾ. ക്യാരി ബാഗുകൾ അല്ലേ? ഞങ്ങൾ മലപ്പുറത്ത് കീശോറ എന്നൊക്കെ പറയും. ക്യാരി ബാഗുകൾ, ബോട്ടിലുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ, ഇൻസുലേഷൻ ടാപ്പുകൾ, അതൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കും. PVC പിന്നെന്താ? പൈപ്പ് ഇല്ലേ? PVC എന്ന് കേട്ടാ പിന്നെ നമുക്ക് ഓർമ്മ വരുന്ന സാധനം പൈപ്പുകൾ. PVC പൈപ്പ്. അത് വയറിങ്ങിന്റെ പൈപ്പ് ആയിക്കോട്ടെ, പ്ലംബിങ്ങിന്റെ പൈപ്പ് ആയിക്കോട്ടെ, PVC. അടുത്തത് ഹെൽമെറ്റ്. വേറൊന്ന് റെയിൻ കോട്ട്. അപ്പൊ ഹെൽമെറ്റ്, റെയിൻ കോട്ട്, പൈപ്പുകൾ ഒക്കെ നിർമ്മിക്കാൻ ഏതാണോ? PVC ആണ്. മെലാമിൻ, ഫോമാൽഡിഹൈഡ്, റെസിൻ. PSCക്ക് ചോദ്യം വന്നതാണ് കേട്ടാ. കട്ടിയുള്ള അടുക്കളപാത്രങ്ങൾ. കട്ടിയുള്ള അടുക്കളപാത്രങ്ങൾ. അപ്പൊ അത്യാവശ്യം കുറച്ച് പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും പഠിച്ചിരിക്കുക. എടാ, 7ാം ക്ലാസ്സിലെ ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. അതെന്തായാലും ഒന്ന് പഠിച്ചിരിക്കണേ. അതിൽ കൂടെ ഒന്ന് പോണം. അതിലെ ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, എന്നാലും ഒന്ന് പഠിച്ചിരിക്കുക. 11ാമത്തെ ചോദ്യം: തെർമോ പ്ലാസ്റ്റിക്കിന് ഉദാഹരണം. തെർമോ പ്ലാസ്റ്റിക് ഓപ്ഷൻ നോക്കിയിടോ. ബേക്കലൈറ്റ്, മെലാമിൻ, ഫോമാൽഡിഹൈഡ്, അടുത്തത് പോളിസ്റ്റർ, പിന്നൊന്ന് PVC. തെർമോ പ്ലാസ്റ്റിക്. എടോ, പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സാധനം നമ്മൾ 2 രീതിയിൽ, 2ആയിട്ട് നമുക്കിതിനെ വിഭജിക്കാം. ഒന്ന് തെർമോ പ്ലാസ്റ്റിക്, വേറൊന്നോ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്. തെർമോ പ്ലാസ്റ്റിക് ഉണ്ട്, തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് ഉണ്ട്. ഇങ്ങനെ 2ആയിട്ട് തരംതിരിക്കാം. തെർമോ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ചൂടാകുമ്പോൾ ഷേപ്പ് മാറും, പഴയ ഷേപ്പിലേക്ക് തന്നെ തിരിച്ചു വരും.
തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാലോ ചൂടാക്കുമ്പം ഷേപ്പ് മാറും, അവിടെ സെറ്റ് ആവും, പിന്നെ തിരിച്ചു വരൂല. അങ്ങനത്തെ പ്ലാസ്റ്റിക്കിനെയാണ് എന്ത് പറയാ? തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്. രണ്ട് പ്ലാസ്റ്റിക്കിനുള്ള എക്സാമ്പിളുകൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. രണ്ട് ടൈപ്പ് പ്ലാസ്റ്റിക്കിനുള്ളത് കേട്ടാ. തെർമോ പ്ലാസ്റ്റിക്കിന് ഉദാഹരണം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. തെർമോ പ്ലാസ്റ്റിക്കിന് ഉദാഹരണം ഏതാ? PVC. പിന്നെയോ ഒന്ന് രണ്ട് ഉദാഹരണങ്ങളും കൂടി പഠിച്ചോളി. പോളിത്തീൻ, PVC ഇതെല്ലാം തെർമോ പ്ലാസ്റ്റിക് ആണ്. എന്നാൽ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കിന് ഉദാഹരണം ഇവിടെ തന്ന സാധനങ്ങൾ തന്നെ എഴുതാലോ. ഒന്ന് ബേക്കലൈറ്റ്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാടോ? ബേക്കലൈറ്റ്. അടുത്ത സാധനം മെലാമിൻ ഫോമാൽഡിഹൈഡ് റെസിൻ. മെലാമിൻ ഫോമാൽഡിഹൈഡ് റെസിൻ. വേറൊന്ന് പോളിസ്റ്റർ. ഇതെല്ലാം തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കുകളാണ്. ഓക്കെ ആണ്. 11ാമത്തെ ചോദ്യം ഇവിടെ പറയൂ. 11 ഇതല്ലേ 11. 12ാമത്തെ ചോദ്യം. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ഇല്ലേ, ഇനി അത് പറയേണ്ട ആവശ്യമില്ല. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാടോ? നൈലോൺ. നൈലോൺ. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാ? ബേക്കലൈറ്റ്. ക്ലിയർ ആണ്. 13ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. 13ാമത്തെ ചോദ്യം. പാചക ഇന്ധനമായ LPGയുടെ മുഖ്യ ഘടകം ഏത്? പാചക ഇന്ധനമായ LPGയുടെ മുഖ്യ ഘടകം ഏതാണ്? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ഇവിടെ ഒരു PSCക്ക് ചോദിച്ചതേ ദ്രവീകൃത പെട്രോളിയം വാതകം. ദ്രവീകൃത പെട്രോളിയം വാതകം അങ്ങനെയും ചോദിക്കാം. ഓക്കെ. LPGയുടെ മുഖ്യ ഘടകം ഏതാണോ? ബ്യൂട്ടൈൻ. LPGയുടെ മുഖ്യ ഘടകം ബ്യൂട്ടൈൻ ആണ്. ബ്യൂട്ടൈൻ ഉണ്ട്, പ്രൊപ്പൈൻ ഉണ്ട്, ഈഥൈൻ ഉണ്ട്, മീഥൈൻ ഉണ്ട്. പക്ഷെ മെയിൻ ആളാരാ? ബ്യൂട്ടൈൻ. അതേപോലെ തന്നെ സിഗരറ്റ് ലൈറ്ററിലെ മുഖ്യ ഘടകം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏത് തന്നെയാണ് ഉത്തരം? ബ്യൂട്ടൈൻ. സിഗരറ്റ് ലൈറ്ററിലെ മുഖ്യ ഘടകം. എന്ന ബയോഗ്യാസിലെ മുഖ്യ ഘടകം ഏതാന്ന് പറഞ്ഞേ? ബയോഗ്യാസ്. ബയോഗ്യാസിലെ മുഖ്യ ഘടകം ഏതാടോ? മീഥേൻ. ബയോഗ്യാസിലെ മുഖ്യ ഘടകം മീഥേൻ. കഴിഞ്ഞിട്ടില്ല. നാച്ചുറൽ ഗ്യാസിലെ മുഖ്യ ഘടകം ഏതാ? നാച്ചുറൽ ഗ്യാസ്. നാച്ചുറൽ ഗ്യാസ്. പ്രകൃതിവാതകം. പ്രകൃതിവാതകത്തിലെ മുഖ്യ ഘടകം ഏത് തന്നെ? മീഥേൻ. ഇനി ഗോബർ ഗ്യാസ്. ചാണകത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനം ഗോബർ ഗ്യാസ്. ഗോബർ ഗ്യാസിലെ മുഖ്യ ഘടകം ഏത് തന്നെ? മീഥേൻ. അപ്പോ LPGയിലെ അതുപോലെ തന്നെ സിഗരറ്റ് ലൈറ്ററിലെയൊക്കെ മുഖ്യ ഘടകമാണെങ്കിൽ ബ്യൂട്ടൈൻ. എന്നാ ബയോഗ്യാസ്, നാച്ചുറൽ ഗ്യാസ്, ഗോബർ ഗ്യാസ് ഇതിലൊക്കെ മുഖ്യ ഘടകം ഏതാ? മീഥേൻ. മീഥേൻ മറന്നു പോകരുത്. മീഥേൻ. ചാണകത്തിൽ നിന്ന് ലഭിക്കുന്ന വാതകമാണ് മീഥേൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ചതുപ്പ് വാതകം എന്നും പറയാറുണ്ട് കേട്ടോ മീഥേനെ. ചതുപ്പ് വാതകം. 14ാമത്തെ ചോദ്യം. ഉറുമ്പുകൾ സ്രവിപ്പിക്കുന്ന ആസിഡ്. എടൂ ആസിഡുകൾ ബേസുകൾ എന്ന് പറഞ്ഞൊരു ടോപ്പിക് നമ്മൾ LGSന്റെ സിലബസിൽ ഇല്ല. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ LGSന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ ആസിഡുകൾ എന്ന് ചോദ്യം ഉണ്ടാവാറുണ്ട്. കാര്യം എന്താ? 7ാം ക്ലാസ്സിൽ നമ്മൾ ആസിഡുകൾ ബേസുകൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉറുമ്പുകൾ സ്രവിപ്പിക്കുന്ന ആസിഡ് ഏതാ? ഫോർമിക് ആസിഡ്. ഉറുമ്പുകൾ സ്രവിപ്പിക്കുന്ന ആസിഡ് ഫോർമിക് ആസിഡ്. ഇനി ഉറുമ്പിന് പകരം തേനീച്ചായാലും ഫോമിക് ആസിഡ് തന്നെ, കടന്നലായാലും ഫോമിക് ആസിഡ് തന്നെ. റബ്ബർ പാൽ ഘനീഭവിക്കാൻ ചേർക്കുന്ന ആസിഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം ഏത് തന്നെയാണ്? ഫോർമിക് ആസിഡ് ആണ്. കാർബോണിക് ആസിഡ് സോഡാ വെള്ളം. സോഡയാണ് കാർബോണിക് ആസിഡ്, ഓർത്തിരിക്കുക. എന്നാ നമ്മുടെ ദഹനരസം, നമ്മുടെ വയറിനുള്ളിലെ ദഹനരസത്തിലെ ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ദഹനരസം. എന്നാ കാർ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ് എഴുതണേ. കാർ ബാറ്ററി എന്നുള്ളതിന് പകരം ലെഡ് സ്റ്റോറേജ് ബാറ്ററി എന്നൊക്കെ ഒരു ചോദിക്കും. ഏതാ അത്? സൾഫ്യൂരിക് ആസിഡ് ആണ്. ഓക്കെ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 15. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മണവും രുചിയും കിട്ടാൻ ഉപയോഗിക്കുന്ന അജിനോമോട്ടോ രാസപരമായി എന്താണെന്ന് കണ്ടെത്തുക. എന്താ സാധനം? അജിനോമോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്.
മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ആണ് അജിനോമോട്ടോ എന്ന് പറയുന്നത്. 16ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണേ. ആഗോളതാപനത്തിന് കാരണമായ വാതകം. എത്ര ക്വസ്റ്റ്യനാടോ ഈ ഭാഗത്തുനിന്ന് വരുന്നത്. ആഗോളതാപനത്തിന് കാരണമായ വാതകം. ശരി, ആഗോളതാപനത്തിന് കാരണമായവരെല്ലാരും അങ്ങ് പഠിച്ചെടുക്ക. കാർബൺ ഡൈ ഓക്സൈഡ്. ആഗോളതാപനത്തിന് പ്രധാന കാരണക്കാരനാരാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. വേറെ മീഥേൻ. ഇനിയൊന്ന് CFCകൾ, ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ. തീർന്നിട്ടില്ല. നൈട്രസ് ഓക്സൈഡ്, ചിരിപ്പിക്കുന്ന വാതകം, ലോഫിംഗ് ഗ്യാസ്. അപ്പൊ ഈ 4 സാധനങ്ങളാണ് ആഗോളതാപനത്തിന് കാരണം. ഗ്രീൻ ഹൗസ് വാതകം എന്നും ചോദ്യം വരാം. താഴെ തന്നിരിക്കുന്നവയിൽ ഒരു ഗ്രീൻ ഹൗസ് വാതകം ഏതെന്നും ചോദിക്കാട്ടാ. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈന്, CFCകൾ, നൈട്രസ് ഓക്സൈഡ്. ഇവിടെ ഏതാ ഉത്തരം? കാർബൺ ഡൈ ഓക്സൈഡ്. ചിലപ്പോ കാർബൺ മോണോക്സൈഡ് തരാം, അല്ലെങ്കിൽ ഹൈഡ്രജൻ. ഇതൊന്നും അല്ലാട്ടാ, കാർബൺ ഡൈ ഓക്സൈഡ്. തെറ്റിപ്പോവരുതേ. 17ാമത്തെ ചോദ്യം നോക്കിയടാ. കള്ളനോട്ട് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന കിരണം. കള്ളനോട്ട്. നമ്മൾ ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞാല് നോട്ട് ഇങ്ങനെ ചിലത് ഇങ്ങനെ എത്ര നോക്കിയാലും ക്ലിയർ ആവാത്തത് ഇങ്ങനെ ഒരു മെഷീന്റെ ഉള്ളിലേക്ക് കൊണ്ടുവെക്കും. അത് കള്ളനോട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാ. അതൊരു നീല കളർ വെളിച്ചങ്ങനെ പോകും. അൾട്രാ വയലറ്റ് വികിരണമാണ് കള്ളനോട്ട് തിരിച്ചറിയാൻ. അൾട്രാ വയലറ്റ്. അതിന്റെ കൂടെ 1-2 സാധനങ്ങളും കൂടി പഠിക്കല്ലേ. കള്ളനോട്ട് തിരിച്ചറിയാൻ മാത്രല്ലടോ അൾട്രാ വയലറ്റ്. വാട്ടർ പ്യൂരിഫയറിൽ ഉപയോഗിക്കുന്നു. PSC ക്വസ്റ്റ്യൻ. വാട്ടർ പ്യൂരിഫയർ, കുടിവെള്ളം ശുദ്ധീകരിക്കാൻ വാട്ടർ പ്യൂരിഫയറിൽ ഉപയോഗിക്കുന്ന വികിരണം ഏതന്നെയാണ്? അൾട്രാ വയലറ്റ് ആണ്. അതേപോലെ തന്നെ അതിർത്തിയിൽ സുരക്ഷാ മതിലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതും ഏതന്നെയാണ്? അൾട്രാ വയലറ്റ് ആണ്. ദെൻ വൈറ്റമിൻ ഡി ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്ന ആളാണ് കേട്ടോ അൾട്രാ വയലറ്റ്. വൈറ്റമിൻ ഡി ഉൽപാദനത്തിന് സഹായിക്കുന്ന. പക്ഷെ വല്ലാണ്ട് കൊണ്ടു കഴിഞ്ഞാല് സ്കിൻ ക്യാൻസറിനും അതുപോലെ നിശാന്തതയ്ക്കൊക്കെ കാരണമാകും. എടാ, ഇൻഫ്രാറെഡ് ഒന്ന് പഠിച്ചോളാം. ഇൻഫ്രാറെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താപവികിരണമാണ്. താപവികിരണം. എന്നാ സൺബേണിന് കാരണം, സൂര്യാതപത്തിന് കാരണം ഏതാണ്? അത് അൾട്രാ വയലറ്റ് ആണ് കേട്ടാ. സൂര്യാതപത്തിന് കാരണം അൾട്രാ വയലറ്റ്. എന്നാ താപവികിരണം എന്ന് പറയുന്നത്, താപവികിരണം എന്താടോ ഞാൻ എഴുതി വെച്ചിണ്? താപവികിരണം അത് ഇൻഫ്രാറെഡ് ആണ്. അതേപോലെ തന്നെ റിമോട്ട് കൺട്രോളറിൽ ഉപയോഗിക്കുന്നതും ഇൻഫ്രാറെഡ് ആണ്. എക്സ്റേ പിന്നെ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ എല്ലിന്റെ ഫോട്ടോ എടുക്കാൻ ഉപയോഗിക്കുന്ന സാധനം അല്ലേ. ഈ എക്സ്റേ കടന്നു ചെല്ലാത്ത ലോഹം ഏത്? ലെഡ്. ഒരുപാട് തവണ PSC ചോദിച്ചതാണ്. എക്സ്റേ തടുക്കുന്ന ലോഹം ഏതാണ്? ലെഡ്. ശരി, ക്വസ്റ്റ്യൻ നമ്പർ 18ലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 18. നമ്മുടെ ആമാശയരസത്തിൽ ആസിഡ് ഏതാണ്? ഞാൻ ഈ പറഞ്ഞു തരണ. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞില്ലേ. ഏതാത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. പാല്, തൈര്, മോര്, ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാ? അത് ലാക്റ്റിക് ആസിഡ് ആണ്. അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് വിനാഗിരിയിൽ അടങ്ങിയ ആസിഡ് ആണ്. അസറ്റിക് ആസിഡ് വിനാഗിരിയിൽ അടങ്ങിയ ആസിഡ്. ഓക്സാലിക് ആസിഡ് ഏതിലൊക്കെ ഉണ്ടെന്ന് അറിയടോ? ഓക്സാലിക് ആസിഡ് ഉള്ളി, തക്കാളി, ഉരുളക്കിഴങ്ങ്. ഒരു പരിപ്പും കറിക്കുള്ള സാധനയില്ലേ, ഞാൻ സാധാരണ അങ്ങനെ പറയാറുണ്ട്. ഉരുളക്കിഴങ്ങ്, ചോക്ലേറ്റ്, വാഴപ്പഴം, ഇതിലൊക്കെ എന്തുണ്ട്? ഓക്സാലിക് ആസിഡ് ഉണ്ട്. ഇമ്പോർട്ടന്റ് ആയ 1-2 സാധനം കൂടി പഠിക്കില്ലടോ. ചെറുനാരങ്ങയിൽ അടങ്ങിയ ആസിഡ് ഏതാ? ചെറുനാരങ്ങയിൽ അടങ്ങിയ ആസിഡ് സിട്രിക് ആസിഡ്. അത് ചെറുനാരങ്ങയോ അല്ലെങ്കിൽ പാഷൻ ഫ്രൂട്ടോ ഓറഞ്ചോ അതിലൊക്കെ എന്താണ്? സിട്രിക് ആസിഡ് ആണ്. എന്നാ പുളി, മുന്തിരി, ഈത്തപ്പഴം ഇതിലൊക്കെ ഏതാടോ? ടാർട്ടാറിക് ആസിഡ്. ഡേറ്റ്സ് എഴുതുന്നേ. പുളി, മുന്തിരി, ഈത്തപ്പഴം, ടാർട്ടാറിക്. ആപ്പിള്, മാലിക്. ആപ്പിളിൽ അടങ്ങിയ ആസിഡ് മാലിക് ആസിഡ്. ഒരുപാട് തവണ PSCക്ക് ചോദിച്ചതാണ്. വിനാഗിരിയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇല്ലേ. ആപ്പിളിൽ അടങ്ങിയത് മാലിക് ആസിഡ് ആണ്. പാല്, തൈര്, മോര് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസിഡ് ഏതാടോ? നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്ന ആസിഡ്
പുളിമുന്തിരി, ഈത്തപ്പഴം. നെല്ലിക്ക, നെല്ലിക്കയിൽ അടങ്ങിയ ആസിഡ്. നെല്ലിക്ക അസ്കോർബിക് ആസിഡ്. അസ്കോർബിക്. വൈറ്റമിൻ സിന്റെ സയന്റിഫിക് നെയിം എന്ത് തന്നെയാ? അസ്കോർബിക് ആസിഡ്. ഇല്ലേ? കപ്പയും കൂടെ പഠിച്ചോളൂ കേട്ടോ. കപ്പയിൽ അടങ്ങിയ ആസിഡ് പ്രൂസിക് ആസിഡ് ആണ്. ഏറ്റവും വീര്യം കുറഞ്ഞ ആസിഡാണ് ഈ കപ്പയിൽ അടങ്ങിയ ആസിഡ്, പ്രൂസിക് ആസിഡ്. ഏറ്റവും വീര്യം കുറഞ്ഞ. എന്നാ ഏറ്റവും ആദ്യം കണ്ടെത്തിയ ആസിഡ് വിനാഗിരിയാണ്. ഏറ്റവും ആദ്യം കണ്ടെത്തിയ ആസിഡ്. ഓക്കെ. 19ാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 19. തന്നിരിക്കുന്നവയിൽ ക്രിസ്റ്റലാകൃതി ഇല്ലാത്ത കാർബണിന്റെ രൂപാന്തരം ഏത്? അപ്പൊ രൂപാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിന്റെ ഉള്ളിലെ ഉള്ളൊന്നറിഞ്ഞാൽ ഒരേപോലെ ഉള്ളതും എന്നാ പുറമെ വ്യത്യസ്ത രൂപങ്ങളിൽ കാണുന്നതുമായ പദാർത്ഥങ്ങളെയാണ് നമ്മൾ രൂപാന്തരങ്ങളെ അലോട്രോപ്പ് എന്ന് പറയാം. കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപാന്തരം, ആകൃതിയുള്ള രൂപാന്തരങ്ങൾ, ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? കാർബണിന്റെ, ഇത് തൊട്ടു മുന്നേ നടന്ന എക്സാമിന് ചോദിച്ചതാണ്. കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ: 1 ഡയമണ്ട്, 2 ഗ്രാഫൈറ്റ്, 3 ഫുള്ളറീന്, 4 ഗ്രഫീന്. ഇത് 4ാണ് പ്രധാനപ്പെട്ട ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ. അപ്പൊ ഇതിലല്ലാത്ത സാധനം ഇപ്പൊ ഏതാ ഉള്ളത്? കൽക്കരി. ക്രിസ്റ്റലാകൃതി ഇല്ലാത്ത രൂപാന്തരങ്ങളെ നമ്മൾ അമോർഫസ് എന്ന് പറയും. ക്രിസ്റ്റലാകൃതി ഇല്ലാത്തവരെ കേട്ടോ. അമോർഫസ് രൂപാന്തരങ്ങളാണ് കൽക്കരി, വിളക്കുകരി, എല്ലുകരി, പഞ്ചസാരക്കരി. ഒക്കെ കാർബൺ തന്നെയാണ്, പക്ഷെ ഇവർക്ക് ക്രിസ്റ്റലാകൃതി ഇല്ല. ഓക്കെ. 20ാമത്തെ ചോദ്യം പിടിച്ചോ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം കണ്ടെത്തുക. ഗ്ലാസ് നിർമ്മാണം. ഗ്ലാസ് നിർമ്മാണത്തിലെ അടിസ്ഥാന ഘടകം ഏതാ നോക്കിയടോ? സിലിക്ക. സിലിക്ക ഗ്ലാസ് നിർമ്മാണത്തിലെ അടിസ്ഥാന ഘടകമാണ് സിലിക്ക. ഇത് PSCക്ക് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി 1-2 ഗ്ലാസ്. ലെൻസുകൾ, പ്രിസങ്ങൾ എന്നിവ നിർമ്മിക്കാൻ കണ്ണടകളിലെ മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു. അപ്പൊ ലെൻസുകൾ, പ്രിസങ്ങൾ എന്നിവ നിർമ്മിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രകാശിക ഉപകരണങ്ങൾ, പ്രകാശ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, ഇതൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണ് ഫ്ലിന്റ് ഗ്ലാസ്. ഫ്ലിന്റ് ഗ്ലാസ്. എടോ, ഈ ഗ്ലാസിനെ പറയുന്ന വേറൊരു പേരറിയോ? ഒപ്റ്റിക്കൽ ഗ്ലാസ്. അതായത് പ്രകാശവുമായി ബന്ധപ്പെട്ട എന്നുള്ള അർത്ഥത്തില് ഒപ്റ്റിക്കൽ ഗ്ലാസ്. ഇനി വേറൊന്ന് PSCക്ക് ചോദിച്ചൊരു ഗ്ലാസ് ആണ് അൾട്രാ വയലറ്റ് രശ്മികൾ തടഞ്ഞു നിർത്തുന്ന ഗ്ലാസ്. അൾട്രാ വയലറ്റ് രശ്മികൾ തടയുന്ന ഗ്ലാസ്. അത് ക്രൂക്സ് ഗ്ലാസ് ആണ്. അൾട്രാ വയലറ്റ് രശ്മികൾ തടയുന്ന ഗ്ലാസ് ക്രൂക്സ് ഗ്ലാസ്. എന്നാ വാഹനങ്ങളിലെ സേഫ്റ്റി ഗ്ലാസിനെ പറയുന്ന പേരാണ് ലാമിനേറ്റഡ് ഗ്ലാസ്. വാഹനങ്ങളിൽ ലാമിനേറ്റഡ് ഗ്ലാസ്. ഓക്കെ. അപ്പൊ ഇത്രയും ക്ലാസ്സുകളും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ഗ്ലാസ് നിർമ്മാണത്തിലെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് സിലിക്കയാണ്. ഓക്കെ ആണേ. അപ്പൊ ഒരു 20 ക്വസ്റ്റ്യൻ ആണ് നിത്യജീവിതത്തിലെ രസാന്തരം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദ്യം വരാൻ ഏറ്റവും സാധ്യതയുള്ള ക്വസ്റ്റ്യനുകൾ, അല്ലെങ്കിൽ ആ ഏരിയയും കൂടി കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നിന്ന് ഞാൻ പെറുക്കിയെടുത്തിട്ടുള്ളത്. അപ്പൊ അത് നന്നായിട്ട് പഠിക്കുക. ബാക്കി ഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക, റിവിഷൻ നോക്കുക. മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കുക. അപ്പൊ കെമിസ്ട്രിയിലെ സിലബസ് മൊത്തം കഴിഞ്ഞു. ഫിസിക്സുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. എനിക്കറിയാം 23-ാം തീയതി പരീക്ഷകളിൽ കുറെ പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ കഴിയുന്നതും വേഗം തന്നെ ഞാൻ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. ടാറ്റാ, ബൈ ബൈ.